ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ആക്സിഡൻറ്റ് വർക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്ത് ഫ്രണ്ട് കവർ കളറിൽ ചെറിയൊരു വേരിയേഷനോടുകൂടിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്തതാണ്. കാരണം എന്താ വെച്ചാൽ ഐറ്റം അവൈലബിൾ അല്ല, കിട്ടാനില്ലാത്തതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. കളർ ഷെയ്ഡ് നോക്കുമ്പോൾ അറിയാം ഇത്രയും വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിനകത്ത് പറഞ്ഞാണ് മെയിൻ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ടിങ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കേസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിനകത്ത് രണ്ട് പ്രോബ്ലമാണ്. ഒന്നാമത് ബാറ്ററിയുടെ പ്രശ്നമുണ്ട്, പിന്നെ ഈ ബെൻഡെക്സ് യൂണിറ്റ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ക്ലച്ച് യൂണിറ്റിന് ഈ ക്ലച്ച് അസംബ്ലിയിൽ വന്നാണ് ബെൻഡെക്സ് എന്ന് പറഞ്ഞ ഐറ്റം. അപ്പോൾ ഇത് നിലവിൽ ചില സമയങ്ങളിൽ പിടിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വേറൊരു ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആയാൽ പോലും നിലവിൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ സംടൈം ചില സമയങ്ങളിലാണ് പ്രോബ്ലം കാണിക്കുക. എല്ലായ്പ്പോഴും ഇല്ല, എന്നാൽ വർക്കിംഗ് ആണ് താനും. ചില സമയങ്ങളിൽ ഒരു മൂളിച്ച മാത്രമേ കേൾക്കുള്ളൂ, വണ്ടി സ്റ്റാർട്ടാവില്ല. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി, ഇത് നമ്മുടെ വണ്ടിയിൽ ഇരുന്ന ബാറ്ററി തന്നെയാണ്. ഞാൻ വേറൊരു ബാറ്ററി വെച്ചിട്ടാണ് ചെക്ക് ചെയ്തത്. ഇപ്പോൾ ഇതുമ്മേ ഇരിക്കുന്ന ബാറ്ററി നമുക്ക് 2020 ബാറ്ററിയാണ്. 2020 ബാറ്ററി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 5 വർഷം എന്തെങ്കിലും പഴക്കമുണ്ട്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി. വോൾട്ട് നോക്കുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.80 ആ റേഞ്ച് വോൾട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോണ് ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്കാവും. ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ഇപ്പോൾ നമ്മൾ ഹോൺ അടിച്ചാലും ഇൻഡിക്കേറ്റർ ഇട്ടാലൊക്കെ ക്ലിയറായിട്ട് തന്നെ വർക്കാവും, പ്രശ്നമൊന്നും കാണിക്കില്ല. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, നിലവിൽ നമുക്ക് സെൽഫ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോൾട്ട് മാത്രം പോരാ, ആംബിയറും കൂടി വേണം. അപ്പോൾ അതിനകത്ത് നമ്മളതിൻ്റെ ആംബിയർ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ സെൽഫ് മോട്ടറിൻ്റെ ലോഡ് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് എത്ര വോൾട്ടാണ് വന്നതെന്നുള്ള കേസാണ് നമുക്കറിയാം. അപ്പോൾ 8.5 വോൾട്ടിൽ താഴേക്കാണെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടി വരും. എന്നാലാണ് കറക്റ്റായിട്ട് ആ സെൽഫിൻ്റെ ഫങ്ഷൻ വർക്കാവുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ലോഡ് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് പോകണം നോക്കിക്കോ, ഏകദേശം ഒരു 7.80 പോകണേ. 8.5 വോൾട്ടിൽ തന്നെ നമുക്കവിടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കാം. ആ സ്ഥാനത്താണ് നമ്മളിപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് 7.75 ആ റേഞ്ചൊക്കെ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ബെൻഡെക്സ് യൂണിറ്റ് മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല, ബാറ്ററിയും കൂടി മാറ്റിയാലാണ് ആ സെൽഫിൻ്റെ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. അപ്പോൾ രണ്ടും കൂടി മാറ്റി വെച്ചാലാണ് റെഡി ആവുള്ളൂ. പിന്നെ ബാറ്ററി പുതിയത് വെക്കുമ്പോഴത്തേക്കും മോട്ടറിന് കുറച്ചുകൂടി പവർ കിട്ടും. അപ്പോൾ ബെൻഡെക്സ് വേണമെങ്കിൽ നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് ഇട്ട് നോക്കാം. പക്ഷേ പിന്നീട് കംപ്ലൈൻ്റ് ആണെങ്കിൽ വീണ്ടും നിങ്ങൾ കയറ്റി അഴിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ ഐറ്റത്തിന് കറക്റ്റ് സ്പീഡ് കിട്ടുമ്പോഴത്തേക്കും ഒരു പക്ഷേ ക്ലിയറായിട്ട് വർക്ക് ആയേക്കാം. എന്നാലും ശാശ്വത പരിഹാരമൊന്നുമല്ല, തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണമെങ്കിൽ കൊണ്ടു നടക്കാൻ മാത്രം. പക്ഷേ പിന്നീട് കംപ്ലയിൻറ്റ് കാണിച്ചാലും നമ്മൾ ഇതേപോലെ തന്നെ കയറ്റി വീണ്ടും ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് വീണ്ടും മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒരു അഡീഷണൽ ചിലവായിട്ട് വരും. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് വരുമ്പോൾ കാണിക്കുന്ന ഇതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കാം, ബെൻഡെക്സിൻ്റെ ഭാഗവും പ്രോബ്ലമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി മാറ്റിയാലാണ് ഒരു 100% നമുക്ക് ആ സെൽഫിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിൽ വന്നേക്കണ ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള വർക്കിനും എത്ര വന്നിട്ടുണ്ടെന്ന് അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് ഇട്ട് ബില്ലാക്കിയിട്ടില്ല. ബില്ലാക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഏകദേശം നമുക്കൊരു ഏകദേശം ഒരു ഫിഗർ ആക്കാനായിട്ട് പറ്റും. ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ബാറ്ററിയും ഈ ബെൻഡെക്സും കൂടി വരുമ്പോൾ എത്ര വന്നേന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നാളെ ഇനി ഇൻസ്പെക്ഷൻ ഉണ്ട്. മറ്റേ സർവേയർ വന്നിട്ട് ഒന്നോല വരും, അല്ലെങ്കിൽ അവർ ഓൾറെഡി വിളിച്ചിട്ട് നമ്മുടെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് അപ്രൂവൽ മേടിച്ചിട്ടാണ് നമുക്ക് ബില്ലിങ് ആക്കാനായിട്ട്. അപ്പോൾ അതിനും കൂടി കഴിഞ്ഞാൽ, അപ്പോൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നാളെ കാലത്ത് തന്നെ നമുക്ക് അപ്രൂവലിന് വിടാം. അപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം. വർക്ക് നമ്മളുടെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസ് കൂടി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്ന് തന്നെ വർക്ക് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.